ശിവന്റെ ത്രിനേത്രത്തിൽ നിന്നുണ്ടായ അഗ്നികിരണങ്ങൾ സമുദ്രത്തിൽ പതിച്ചപ്പോൾ അതിൽ നിന്ന് ജനിച്ച ബാലനായിരുന്നു ജലന്ധരൻ. അദ്ഭുതശക്തിയുമായി ജനിച്ച ജലന്ധരനെ സമുദ്രദേവൻ വരുണൻ വളർത്തി. എന്നാൽ തന്റെ ശക്തിയിൽ അഹങ്കാരമുണ്ടായിരുന്ന ജലന്ധരൻ ത്രിലോകങ്ങൾ കീഴടക്കി. കാലനേമിയുടെ മകൾ വൃന്ദയെ വിവാഹം ചെയ്ത ജലന്ധരൻ നാരദമുനി മുഖേന പാർവതിയുടെ സൗന്ദര്യത്തെയും കൈലാസപർവ്വതത്തെയും പറ്റി കേട്ടറിഞ്ഞു. പാർവതിയെ സ്വന്തമാക്കണമെന്ന മോഹത്തോടെ മഹാദേവനോട് യുദ്ധം ആരംഭിച്ചു. വീരഭദ്രനും ശിവഗണങ്ങൾക്കും ജലന്ധരന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒടുവിൽ മഹാദേവൻ തന്നെ യുദ്ധമുഖത്തെത്തി. അതേസമയം ജലന്ധരൻ ശിവന്റെ രൂപം ധരിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പാർവതി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിന്റെ മായയാൽ വൃന്ദ ജലന്ധരന്റെ വധം സ്വപ്നത്തിൽ കാണുകയും ശേഷം ഇത് മഹാവിഷ്ണുവിന്റെ മായവിദ്യയാണെന്ന് മനസ്സിലാക്കിയ വൃന്ദ നാരായണനെ ശപിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. വൃന്ദയുടെ മരണവാർത്തയറിഞ്ഞ ജലന്ധരൻ കൂടുതൽ ക്രോധിതനായി. ഒടുവിൽ മഹാദേവൻ തന്റെ പെരുവിരലിൽ നിന്ന് ഒരു ചക്രം സൃഷ്ടിച്ച് ജലന്ധരന്റെ കഴുത്തറുത്തു. അതോടെ ജലന്ധരന്റെ ആത്മാവ് പരമേശ്വരനിലേക്കും വൃന്ദയുടെ ആത്മാവ് പാർവതിയിലേക്കും ലയിച്ചു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.